കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന നമ്മൾ തന്നെ തീരുമാനിക്കുക. നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ ആരും നമ്മളെ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ വിശ്വസിക്കാൻ നമുക്ക് കിട്ടുന്നു. പിന്നെ ഇത് എന്തിനെ ക്രാക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ആവശ്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മളെ ഫാമിലിക്ക്, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ക്രാക്ക് ചെയ്യുന്നത്. നമ്മളെ ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ഞങ്ങൾ രാവിലെ 8 മണിയാകുമ്പോഴേക്ക് വരണം. എന്നാൽ ലാബില് എല്ലാ കുട്ടികളും ആക്സസ് ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ വന്നാലേ നമുക്ക് വേണ്ട സീറ്റ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ രാവിലെ വരും, വൈകിട്ട് വരെ ഇരുന്ന് പഠിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്, നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്ക് വല്ലാതെ ടയർഡായിരിക്കും. അതിങ്ങനെ ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ അതൊക്കെ ചിലപ്പം ചില ആൾക്കാർക്ക് സ്ട്രെസ് ആവും, മടുക്കും. അങ്ങനെ ചിന്തിക്കരുത്. അതൊക്കെ കുറച്ചും കൂടി ഒരു നമുക്ക് വേണ്ടിയാന്ന് മനസ്സിലാക്കി അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കുമ്പോഴൊക്കെ എൻജോയ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അത്ര മടുപ്പൊന്നും ഉണ്ടാവില്ല. അന്ന് റിസൾട്ട് വന്നപ്പോ എല്ലാരും പറഞ്ഞു ഹാപ്പി ആയല്ലോ, ഇനി സമാധാനത്തോടെ ഉറങ്ങാലോ, ഫ്രീ ആയല്ലോ എന്നാണ് എല്ലാരും പറഞ്ഞത്. പക്ഷെ അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി നമ്മൾ കിടക്കും, പെട്ടെന്ന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് അന്ന്. അത് നമ്മൾ ഒരു ട്രാൻസിൽ നിൽക്കുന്ന പോലെ, ഒരു ക്ലൗഡ് നയനിലായിരുന്നു അന്ന്. നമ്മള് തിരിഞ്ഞിടക്കും, മറിഞ്ഞിടക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിസൾട്ട് ചെക്ക് ചെയ്യും. നമ്മള് വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു അന്നത്തെ ദിവസം. അത് ഒരു വല്ലാതെ മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു അന്ന് ടോട്ടലി. നമ്മളൊരു മായാ ലോകത്തുള്ള പോലെ കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മള് വല്ലാത്തൊരു മറ്റേ ഏതോ സിനിമയിൽ പറയുന്ന പോലെ സൈമൺസിന്റെ വിക്കറ്റ് എടുത്ത ശ്രീശാന്തിനെ പോലെ ആ ഒരു അനുഭവമാണോ? ഓക്കെ ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം SBI റിസൾട്ട് വന്നപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലും ഈ തവണയും കോഴിക്കോട് വരാന്ത റേസിൽ ഇഷ്ടംപോലെ കുട്ടികൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇന്ന് നമ്മളെ കൂടെയുള്ളത് SBI ക്ലർക്ക് 2024 എക്സാം ക്രാക്ക് ചെയ്ത ഹൈഫയാണ്. നമുക്ക് ഹൈഫയുടെ അടുത്ത് തന്നെ ഹൈഫയുടെ ഈ ഒരു ജേണിയെ പറ്റി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ഹൈഫ, എങ്ങനെയാണ് ഹൈഫ ഈ ഒരു ബാങ്ക് കോച്ചിങ്ങിലേക്ക് എത്തിയത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ബാങ്ക് കോച്ചിങ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ബാങ്ക് കോച്ചിങ് എന്താണ്, അതെങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചു. അതിൻ്റെ സിലബസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പറ്റുന്നൊരു എക്സാം ആണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പോകാമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അമിത്തിന് വരാന്ത റേസ് കോഴിക്കോട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 2024 ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേർക്കും ഈ SBI ക്ലർക്ക് എക്സാം ക്ലിയർ ചെയ്യാനും സാധിച്ചു. ഹൈഫ, ഇപ്പം ഹൈഫ ഇവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഹൈഫയ്ക്ക് അപ്പം ഉണ്ടായ ഒരു എന്താ പറയുക അനുഭവം എന്തായിരുന്നു? ഞങ്ങൾ ആദ്യത്തെ ക്ലാസ് എടുത്തത് അമൽ സാർ ആയിരുന്നു. അന്ന് ഞങ്ങൾ SSCയും ബാങ്കും കമ്പൈൻഡ് ആയിട്ട് മാത്സ് അന്ന് ആദ്യത്തെ ക്ലാസ് എടുത്തത്. അപ്പോൾ അന്ന് ആദ്യത്തെ ക്ലാസ് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ബാങ്ക് കോച്ചിങ്ങിനും SSCക്കും ഒക്കെ ഉള്ള മാത്സ് എന്ന് പറയുമ്പം നമ്മൾ 8, 9 ക്ലാസ് 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മാത്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് അന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഞങ്ങൾ അന്ന് ആദ്യത്തെ ക്ലാസ് എടുത്തത് അമൽ സാർ തന്നെയായിരുന്നു. മാത്സ്, വേദിക് മാത്സിൻ്റെ ക്ലാസ്സാണ് ഞങ്ങൾക്ക് അന്ന് എടുത്തത്. അന്ന് മാത്സിൻ്റെ ചെറിയ ഷോർട്ട് കട്ട് ട്രിക്സും ഒക്കെ ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് സാറ് തന്നത്. അപ്പോൾ സാറ് തന്നെ ഇന്നിപ്പോൾ റിസൾട്ടിൻ്റെ റിവ്യൂ പറയാനും എൻ്റെ കൂടെ ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ. അപ്പം ഹൈഫ, അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഏതാണ് ഈസി, എന്ന് വെച്ചാൽ എൻ്റെ വീക്ക് പോയിന്റ് ഏത്, എൻ്റെ സ്ട്രോങ് പോയിന്റ് ഏത്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഹൈഫയ്ക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ ഹൈഫയ്ക്ക് സ്ട്രോങ് ഏരിയ ഏതായിരുന്നു? ഞാൻ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഡിഗ്രി ഞാൻ മാത്സ് ആയിരുന്നു. അതുകൊണ്ട് മാത്സ് അത്യാവശ്യം എളുപ്പമാണ്. പിന്നെ റീസണിങ്ങും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. അപ്പൊ അത് രണ്ടുമാണ് ആദ്യം നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്തതും. ഈ 2 വിഷയത്തിലാണ് ആദ്യം ക്ലാസ് വന്നത്. അതുകൊണ്ട് ആ സമയത്തൊക്കെ നന്നായിട്ട് പഠിക്കാൻ സാധിച്ചു. ഇംഗ്ലീഷും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ GK ആണ് നമുക്ക് ബാങ്കിന്. GK അല്ല, ജനറൽ അവയർനെസ്. അത് കാണാതെ പഠിക്കുക എന്നുള്ള പോയിന്റ് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മാത്സും റീസണിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. GK പഠിക്കുന്ന അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഹൈഫ പറഞ്ഞു ഹൈഫയ്ക്ക് ജനറൽ അവയർനെസ് വളരെ ടഫ് ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ടഫായ ജനറൽ അവയർനെസ് എങ്ങനെയാണ് ഹൈഫ ഇംപ്രൂവ് ആക്കിയത്? ജനറൽ അവയർനെസ്സിന് ഞങ്ങൾ ആദ്യത്തെ മെയിൻസ് എക്സാം ആയിരുന്നില്ല SBI ക്ലർക്ക്. ഇതിന് മുന്നേ IBPSന്റെ മെയിൻസ് എഴുതിയിരുന്നു. അപ്പം നമുക്ക് മനസ്സിലാകാം റിസൾട്ട് വന്ന് 1-2 വീക്കിനുള്ളിൽ മെയിൻസ് എക്സാം ആണ്. അപ്പോൾ നമുക്ക് അതിനുശേഷം ജനറൽ അവയർനെസ് പ്രിപ്പയർ ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ ആ എക്സാം എഴുതിയപ്പോൾ മനസ്സിലായി ഇത് ആദ്യം തുടങ്ങണം. നമ്മൾ
ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം ജനറൽ അവയർനെസ്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് മുതലേ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ. അതുകൊണ്ട് പിന്നെ SBI വിളിച്ച സമയം തൊട്ട് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിന് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അത് റിവൈസ് ചെയ്യും, നോട്ട് എഴുതിയെടുക്കും. അത് എഴുതിയെടുക്കുമ്പോൾ കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്യുന്ന പോലെ തോന്നി. പിന്നെ അത് റിവൈസ് ചെയ്യും, യൂട്യൂബിലൊക്കെ വീഡിയോ ക്ലാസ്സസ് കാണും, ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. അങ്ങനെയാണ് GK ഒന്ന് മെച്ചപ്പെടുത്തി എടുത്തത്. ഓക്കെ ഓക്കെ. ഹൈഫ, അപ്പം ഹൈഫ പറയുന്നത് വെച്ചാല് ജനറൽ അവയർനെസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ 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 നമ്മൾ കൊണ്ടുവരണം, എന്നാലേ ഇംപ്രൂവ് ആവും. അതെ, ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുന്നതോ അത്രയും മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ GK നമ്മൾ അങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പം ഹൈഫ, ഇപ്പം ഒരു ദിവസം ഇപ്പം ജനറൽ അവയർനെസ് പഠിക്കാൻ എത്ര മണിക്കൂർ നീക്കി വെക്കാറുണ്ടായിരുന്നു? ദിവസത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സുള്ള സമയത്ത് ഹാഫ് ഡേ ആയിരുന്നു നമുക്ക് ക്ലാസ്. അത് കഴിഞ്ഞിട്ട് അന്നൊന്നും ലാബ് കയറാറുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലാസ് റൂം, നമുക്ക് ഇവിടെ ഫ്രീ ക്ലാസ് റൂം ഉണ്ടാവും. ആ ക്ലാസ് റൂമിൽ ഇരിക്കും, ചെക്ക് ലിസ്റ്റ് ഒക്കെ സോൾവ് ചെയ്യും. അന്നൊന്നും GK പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ചെക്ക് ലിസ്റ്റ് ഒക്കെ സോൾവ് ചെയ്യും. റീസണിങ്ങും കോണ്ടും ആണ് അന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്. പിന്നെ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലാബ് കയറാൻ തുടങ്ങിയത്. അപ്പൊ തൊട്ട് രാവിലെ 8 മണിക്ക് ലാബിലേക്ക് വരും, വൈകിട്ട് വരെ ഇരുന്ന് പഠിക്കും. അങ്ങനെയായിരുന്നു അന്ന് പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിനും സമയം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. കോണ്ടും റീസണിങ്ങും, കോണ്ടിന് കുറച്ച് വീഡിയോസ് ഒക്കെ കാണും, ചെക്ക് ലിസ്റ്റ് ഒക്കെ സോൾവ് ചെയ്യും. റീസണിങ്ങിനും കുറെ ഇതുപോലെ പസിൽസ് ഒക്കെ എല്ലാ ദിവസവും പസിൽസ് ഒക്കെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റണമെങ്കിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് വേണം. അപ്പോൾ പസിൽസ് ഒക്കെ എല്ലാ ദിവസവും ചെയ്ത് നോക്കും. ഇംഗ്ലീഷിൻ്റെതും ദിവസം എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. GKക്കും എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കും. അപ്പം ഹൈഫ പറയുന്നത് വെച്ചാൽ എല്ലാ ടോപ്പിക്കിനും ദിവസം ഓരോ നിശ്ചിത സമയം അങ്ങനെ ഒതുക്കി വെക്കാറുണ്ട്. പരമാവധി എല്ലാ ദിവസവും എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇംഗ്ലീഷ് ഇപ്പം സ്ട്രോങ് ആന്ന് പറഞ്ഞു. സ്ട്രോങ് ആണെന്നല്ല, എന്നാലും തെറ്റില്ല, അല്ല ഇംഗ്ലീഷ് ചെയ്യാറ്. ഇപ്പം നമുക്കിപ്പം ഇംഗ്ലീഷ് സ്ട്രോങ് അല്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവരിലേക്ക് ഇപ്പൊ ഹൈഫയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്താണ്? ഇംഗ്ലീഷില് എല്ലാരും പറയുന്ന പോലെ പത്രം വായിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ലൈബ്രറിയിൽ അവിടെ ഇംഗ്ലീഷ് പത്രങ്ങളുണ്ട്. അത് എല്ലാവർക്കും വായിക്കാവുന്നതാണ്. അത് വളരെ നല്ലൊരു നീക്കമായിരിക്കും ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്രം വായിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ, വായിക്കാം. അപ്പൊ റീഡിങ്, അതിലൂടെ കറണ്ട് അഫയേഴ്സും കൂടിയാണല്ലോ ഈ പത്രത്തിൽ. ഈ ഹിന്ദുവിൽ വരുന്ന എഡിറ്റോറിയൽസ് ഇംഗ്ലീഷ് എക്സാമിന് വരും. പിന്നെ നമ്മളെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് കാണുന്നുണ്ടാവും. അത് പത്രം വായിക്കുന്നത് അതുകൊണ്ട് രണ്ട് തരത്തിലും GKക്കും നല്ലതാണ്, ഇംഗ്ലീഷിനും നല്ലതാണ്. അപ്പൊ നമുക്ക് ഈ ബാങ്ക് എക്സാമിന് ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അപ്പം എങ്ങനെയാണ് ഹൈഫ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തത്? എങ്ങനെയാണ് അതൊക്കെ അനലൈസ് ചെയ്തത്? അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ബാങ്ക് എക്സാമിന് മോക്ക് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞങ്ങൾ ഇതുപോലെ ആദ്യം ക്ലാസ് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ RRB എക്സാം ആണല്ലോ ആദ്യം വരുന്നത്. RRB എക്സാമിന് മുന്നേ ഞാൻ അങ്ങനെ മോക്ക് എടുത്തിട്ടില്ല. അന്ന് ഞാൻ ആ എക്സാം എഴുതുമ്പോൾ പെട്ടെന്ന് സമയം മാനേജ് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമുക്കത് പരിചയമായിട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ മോക്ക് അടിക്കണം, മോക്ക് ലാപ്പിൽ തന്നെ അടിക്കണം. ഫോണിൽ മോക്ക് അടിക്കുന്നതും ലാപ്പിൽ അടിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ലാപ്പ് തന്നെ ഉപയോഗിക്കണം. അതൊക്കെ അങ്ങനെ എക്സാം എഴുതിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എല്ലാ ദിവസവും മോക്ക് അടിക്കാറുണ്ട്. ഒന്നെങ്കിൽ സെക്ഷണൽ മോക്ക് അടിക്കും, അല്ലെങ്കിൽ ഫുൾ മോക്ക് അടിക്കും. ഇനി മെയിൻസിന്റെ മോക്കാണ് അടിക്കുന്നെങ്കിൽ ഒരു ദിവസം ഒന്നേ നമുക്ക് പറ്റുള്ളൂ. 2-3 മണിക്കൂർ വരുന്നതുകൊണ്ട് മെയിൻസ് ആണെങ്കിൽ ഒന്നടിക്കും, അല്ലാത്തതാണെങ്കിൽ നമ്മളെ സമയം പോലെ സെഷനലോ ഫുൾ മോക്കോ ഒക്കെ അടിക്കും. മോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് അനലൈസ് ചെയ്യാന്ന് പറയുന്നത്. ഈ അനാലിസിസിന്റെ സമയത്താണ് നമുക്ക് വന്ന തെറ്റ്. നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് ആൻസർ ചെയ്തതായിരിക്കും ചിലപ്പോൾ തെറ്റിപ്പോകുന്നത്. അതപ്പോൾ എവിടെയാ തെറ്റ് വന്നത് അതെന്തായാലും അറിയണമെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മൾ സ്കിപ്പ് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും എളുപ്പം. പിന്നെ നമ്മൾ ഈ ടൈം മാനേജ്മെന്റിന് മോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എത്ര കൊടുക്കണം, അഥവാ കിട്ടിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ മോക്ക് അടിച്ച് തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്.
പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഇംഗ്ലീഷിന് എന്തായാലും ബാക്കി 2 നമ്മൾ വിട്ടുപോയാലും ഇംഗ്ലീഷ് എന്തായാലും അനലൈസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇംഗ്ലീഷിന് നമ്മൾ ഈ എറർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ അതൊക്കെ എവിടെയാ തെറ്റ് പറ്റിയെന്ന്, അല്ലെ നമ്മൾ കറക്റ്റ് ആയിരിക്കും ആൻസർ ചൂസ് ചെയ്ത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് റൂൾ അറിയാണ്ടായിരുന്നു നമ്മൾ ഒരു ഇൻഡ്യൂഷൻ വെച്ച് നമ്മൾ ചിലപ്പം ആൻസർ കറക്റ്റ് ആയി കാണും, പക്ഷെ അതായിരിക്കില്ല അതിന്റെ ആക്ച്വൽ കാരണം. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്തായാലും അനലൈസ് ചെയ്യണം. അത് അനലൈസ് ചെയ്യുന്നത് നമ്മളെ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഇപ്പം ഹൈഫൈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തത് എവിടുന്നാണ്? ലാബിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ രാവിലെ ലാബിൽ വന്ന് വൈകിട്ട് വരെ ലാബിൽ ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ലാബ് ഒരുപാട് ഞങ്ങളെ ജേർണിയിൽ ഒരുപാടധികം സഹായിച്ചിട്ടുണ്ട്. ഹൈഫ, നമ്മളിപ്പം ഈ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മെയിൻ ഒരു ഘടകമാണ് നമ്മൾ സർക്കിൾ സെഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പം കോഴിക്കോട് വരാന്ത റേസിന്റെ സർക്കിൾ സെഷനെ പറ്റിയിട്ടുള്ള ഹൈഫയുടെ അഭിപ്രായം എന്താണ്? ഇവിടെ റേസിൽ എല്ലാ ദിവസവും സർക്കിൾ സെഷൻസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും മുടങ്ങാതെ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സർക്കിളിൽ ഞങ്ങളെ ക്ലാസ്സിലെ കുട്ടികളെ തന്നെ ഗ്രൂപ്പുകളാക്കിയിട്ട് ഞങ്ങൾക്ക് സ്റ്റഡിങ് മെറ്റീരിയൽ തരികയാണ് ചെയ്തിരുന്നത്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മെന്ററിങ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ മെറ്റീരിയലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാവരും തുടക്കക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പരസ്പരം സംശയങ്ങൾ ചോദിക്കും. ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മെന്ററിൻ്റെ ഹെൽപ്പ് ചോദിക്കും. അപ്പം അവർ പുതിയ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞുതരും. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെ കയ്യിലും ഒരുപാട് ട്രിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ റേസിൽ നമുക്ക് ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരുടെ അടുത്തും നമുക്ക് ഈസിലി ആക്സസിബിൾ ആണ്. നമ്മളെപ്പം ഡൗട്ട് ചോദിച്ചാലും ഈ മെന്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഓരോരുത്തർ പല മെന്റേഴ്സും പല ടീച്ചേഴ്സും പറഞ്ഞ പല മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് ചൂസ് ചെയ്യാനും ഒക്കെ ഈ സർക്കിൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ബോണ്ട് വലുതാവുക, നമുക്ക് ഒന്നിച്ച് ഗ്രൂപ്പ് സ്റ്റഡി, അതൊക്കെ ഈ സർക്കിളിലൂടെയാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. SBI ക്ലർക്ക് ഇപ്പം ക്രാക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ ക്രാക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാരും സപ്പോർട്ടും ചെയ്തിട്ടുണ്ടാവും, പല ആൾക്കാർ കളിയാക്കിയിട്ടും ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഹൈഫനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഉമ്മയാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ വീട്ടില് ഉപ്പ, ഉമ്മ, പിന്നെ എനിക്ക് 2 സിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും വളരെ എന്നെ വിശ്വാസം അർപ്പിക്കുകയും എനിക്ക് പറ്റും അവര് ഒരുപാട് വിശ്വസിച്ചിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഉമ്മ ഒരു ടീച്ചറാണ്. ഉമ്മയ്ക്ക് ജോലി വേണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി വേണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ ഇത്താത്തയും ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പം ഞാനും അങ്ങനെ ഒരു നിലയിലെത്തുക, അതൊക്കെ അവരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ഒരുപാട് എന്നെ വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഹൈഫ, ഇപ്പം SBI ക്ലർക്കിന്റെ റിസൾട്ട് വന്നപ്പോൾ ഹൈഫ അത് ആദ്യം ആരടുത്താണ് ഷെയർ ചെയ്തത്? ആ ഷെയർ ചെയ്തപ്പം ആ ഒരു വ്യക്തിന്റെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ റിസൾട്ട് വരുമ്പോൾ ഞാൻ റേസിൽ ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോൺ നോക്കിയില്ല, അതുകൊണ്ട് റിസൾട്ട് വന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഫ്രണ്ട്സ് വന്ന് പറയുകയാണുണ്ടായത് റിസൾട്ട് വന്നു എന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം നോക്കിയത് അമിത്തിന്റെ റിസൾട്ട് ആയിരുന്നു. അപ്പോൾ അമിത്തിന് റിസൾട്ട് കിട്ടി. ഞാൻ അപ്പോൾ മോക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അമിത്തിന് കിട്ടി എന്നാണ് എന്നോട് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അന്നേരം നോക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായില്ല, കാരണം ഞാൻ ഒരു ഹാപ്പിനെസ്സിൽ നിൽക്കുമ്പോൾ എന്റെ ചെക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ടെൻഷൻ ആ സമയത്ത് ഉണ്ടായില്ല. പിന്നെ ഇത് എനിക്കും കിട്ടി, 2 പേർക്കും കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്തത്? അമിത്തുമായിട്ടാണ് ഫസ്റ്റ് ഷെയർ ചെയ്തത്. വന്നു, സാറിന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. വീട്ടിലേക്ക് ആ സമയത്ത് വിളിച്ചില്ല, കാരണം ഞങ്ങൾ ഡേ സ്കോളേഴ്സ് ആണ്. അപ്പൊ ദിവസവും വരും. അപ്പം വൈകിട്ട് ആ റിസൾട്ട് വന്നതാണ്. അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് നേരിട്ട് പറയാലോന്ന് കരുതി. നേരിട്ട് പറഞ്ഞപ്പം ഉമ്മേന്റെയും ഉപ്പേന്റെയും എല്ലാരും ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ റിസൾട്ട് വരാനുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ മറ്റുള്ളവരോട് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിച്ചില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ PSC ഒക്കെയാണ് അവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ബാങ്കിൽ നിന്ന് റിസൾട്ട് പെട്ടെന്ന് വരും ഞാൻ എപ്പോഴും പറയുന്നല്ലാതെ അവർ അത് കാത്തിരിക്കല്ലായിരുന്നു. അവർക്ക് അറിയില്ലായിരുന്നു റിസൾട്ട് ഇപ്പം വരുന്നില്ല. ഞാൻ ഓർമ്മിപ്പിച്ചില്ല, കാരണം വെറുതെ ടെൻഷൻ ആക്കണ്ടായിരുന്നു. അപ്പോ ഇത് പറഞ്ഞപ്പോ അവർക്ക് ഒരു സർപ്രൈസും കൂടിയായിരുന്നു. പെട്ടെന്ന് കിട്ടിന്ന് പറയുമ്പോ ഒരു റിസൾട്ട് വരാനുള്ളത് തന്നെ അറിയില്ല. അപ്പൊ പിന്നെ കിട്ടിന്നൊക്കെ കേട്ടപ്പോ ഭയങ്കര എങ്ങനെയാണ് ഇപ്പം ഹൈഫ പറഞ്ഞു ഉമ്മയാണ് ഭയങ്കര അത്രയും സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അത് പറഞ്ഞപ്പം ഉമ്മേന്റെ റിയാക്ഷൻ സന്തോഷ പ്രകടനമൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, ഹൈഫ ഇപ്പം ഇപ്പം ഇത്രയും കാലം ഇപ്പം ഫിനാൻഷ്യലി ഇപ്പം പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ ഹൈഫയ്ക്ക് ഇപ്പൊ ഒരു ജോബായി,
ഇനിയിപ്പം വൈകാതെ തന്നെ ശമ്പളം കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഹൈഫയ്ക്ക് ഈ ഒരു ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ ഹൈഫയ്ക്ക് ആ ഒരു സാലറിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അതെ, വലുതാവുമ്പോ ഒരു ജോലി കിട്ടുക, സ്വന്തമായിട്ട് സാലറി ആവുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെയുള്ള ചെറുപ്പം തൊട്ടേയുള്ള ആഗ്രഹമാണ്. സാലറിന്ന് വീട്ടുകാരും എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അതിൽ വളരെയധികം ത്രില്ഡ് ആണ്. അതൊരു ആ ജോലിയിലേക്ക് കയറാനും ഒക്കെ എക്സൈറ്റഡ് ആണ് ഞാൻ. വളരെ എക്സൈറ്റഡ് ആണ് വെച്ചാല് ആ ഒരു സാലറിനെ കൊണ്ട് ഇപ്പൊ വീട്ടുകാർക്കൊക്കെ ഓരോന്ന് വാങ്ങി കൊടുക്കാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണെന്നാണ് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം നമുക്കിപ്പോൾ എന്തായാലും ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് ഡൗൺഫോളും ഉണ്ടാവും, അപ്പും ഉണ്ടാവും. ഓക്കെ, ഡൗൺഫോളിൽ എന്തൊക്കെയാണ് ഹൈഫ ഫേസ് ചെയ്തത്? അതിനെ ഓവർകം ചെയ്യാൻ ഹൈഫ എന്തൊക്കെയാണ് ചെയ്തത്? ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 1 year എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് പീരീഡ് ആണ്. ഒരുപാട് വലിയ സ്ട്രെസ്സുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ ഞങ്ങൾ കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടാണ് നോക്കി കണ്ടത്. അതായത് ആദ്യത്തെ എക്സാമുകൾ മിസ്സാകുമ്പോൾ തന്നെ, പ്രിലിംസ് മിസ്സാകുമ്പോൾ തന്നെ ചെറിയ മാർക്കിനാണ് അത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു ഓക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചും കൂടി ട്രൈ ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസമാണ്. പിന്നെ IBPSന്റെ എക്സാമുകൾ വന്നപ്പോഴേക്ക് നമുക്ക് അത് പ്രിലിംസ് കിട്ടി തുടങ്ങി. അപ്പോൾ ഓക്കെ, ഇനി മെയിൻസ് എന്നുള്ള സ്ട്രാറ്റജി നോക്കാന്നുള്ള ഒരു ഐഡിയ വന്നു. അങ്ങനെ ഒരു എല്ലാം കുറച്ചും കൂടി മിസ്സാവുമ്പോൾ ഞങ്ങൾക്ക് പോയ എക്സാം ഉണ്ട് IBPSന്റെ ഇതിന്റെ മെയിൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആ റിസൾട്ട് നോക്കും, അതിൽ നമുക്ക് കാണാമല്ലോ ഓരോ സെഷനിലും എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ. അപ്പൊ നമുക്ക് എവിടെയാണ് പോയത്, എന്താണ് ലാക്ക് ചെയ്തത്, എന്ത് ചെയ്യാന്നൊക്കെ നമ്മൾ ആ രീതിക്ക് പോസിറ്റീവായിട്ട് കൂടുതൽ കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചു. സങ്കടം ഉണ്ടാവും, സങ്കടം സ്വാഭാവികമാണ്. പക്ഷെ നമ്മളത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അടുത്ത എക്സാമും കൂടി നമ്മൾ സ്പോയിൽ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് കുറച്ചും കൂടി പിന്നെ ഫ്രണ്ട്സ് ഒരുപാട് സഹായിച്ചു, എല്ലാരും കൂടി അടുത്ത് ക്രാക്ക് ചെയ്യാൻ. ഹൈഫ, ഇപ്പൊ നമ്മളിപ്പം പൊതുവെ നോക്കുന്ന സമയത്ത് ഇപ്പം ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ 2 വർഷം 3 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ക്രാക്ക് ചെയ്യാറ്. ഓക്കെ, ഹൈഫ ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം എന്ത് മാജിക്കിന്റെ പുറത്താണ് ഹൈഫ ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തത്? അല്ല, അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഒരു എക്സാം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെട്ട് ഒരുപാട് വലിയ ബ്രേക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്ത് വരുന്ന എക്സാമുകളെയൊക്കെ ബാധിക്കും. അതായത് ബാങ്ക് എക്സാമിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ് കൺസിസ്റ്റൻസിയും സ്പീഡും ആക്യുറസിയും ഒക്കെ. ഈ ആക്യുറസി ഉണ്ടാവാൻ വേണ്ടി നമ്മൾ വീഡിയോ കാണുകയും പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആക്യുറസി കൂട്ടാൻ പറ്റും. ഈ സ്പീഡ് കൂട്ടാന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് മോക്കെടുക്കുക, അത് തന്നെയാണ് സ്പീഡ് കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സ്പീഡിനെ അത് ബാധിക്കും. ആ സ്പീഡ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അത് മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് ആൻസർ ചെയ്ത് നെക്സ്റ്റ് അടിക്കണം. അതിന് നമ്മൾ ഒരു മിനിറ്റിലും കുറവ് സമയത്തിനുള്ളിലാണ് ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളെ സ്പീഡിനെ ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ഫുൾ മോക്കടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അനലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ മെയിൻസിലേക്ക് വരുമ്പം പ്രിലിംസിലും മെയിൻസിലും രണ്ടിലും സ്പീഡ് വേണം. മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും പറയും സ്കിപ്പ് ചെയ്യാനും കൂടി പഠിക്കണം എന്ന്. ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് നമ്മളെ തന്നെ തിരിച്ചറിയാന്ന് പറയാം. അതായത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഏത് പാർട്ടിന് ക്വസ്റ്റ്യൻ വന്നാലാണ് ചെയ്യാൻ പറ്റുക, ഏത് ക്വസ്റ്റ്യൻ ആണ് നമ്മളെ സ്ട്രോങ് വീക്ക് നമ്മൾ അറിയാം. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്കെ ഇത് എനിക്ക് അറിയാത്ത പോർഷനാണ്, ഇതിൽ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാർക്ക് ഫോർ ലേറ്റർ അടിച്ചിട്ട് പിന്നെ വന്ന് തിരിച്ചു നോക്കാം. അല്ലാതെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം, മോക്കടിക്കണം. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് അറിയാലോ നമ്മളെ ഏരിയ ആണോ എന്ന്. അറിയണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക. എന്ന് വെച്ചാല് ഹാർഡ് വർക്കിനെ പോലെ തന്നെ സ്മാർട്ട് വർക്കും വേണം. എന്നാലാണ് നമുക്ക് ഈ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ലെക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുന്നതൊക്കെ ലെക്ക് എന്ന് പറയുമ്പോൾ ഈ ലെക്ക് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഏത് സ്കിപ്പ് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ മെയിൻസിന് എളുപ്പമാണ്. അതുപോലെ മെയിൻസിന് വരുന്ന 2 റീസണിങ്ങും കോണ്ടും മാക്സിമം സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിലേക്കൊക്കെ വരുമ്പോൾ ഈ ഇംഗ്ലീഷ് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇംഗ്ലീഷിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ആൻസറിന്, പക്ഷെ നമുക്ക് അതിന്റെ ആൻസർ അതാണ്, നമുക്ക് അതിന്റെ കാരണം നമുക്ക് അറിയില്ലെങ്കിൽ, കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ അത് അടയാളപ്പെടുത്താതിരിക്കുക. അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. കാരണം അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ച് നമുക്ക് കിട്ടിയ മാർക്കും കൂടി പോവുകയാണ്. അതുപോലെ GKക്കും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്മൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കറക്റ്റ് അറിയണ്ടാവും. അപ്പൊ നമുക്ക് വെറുതെ തോന്നും ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. പക്ഷെ ഇങ്ങനെ കുറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്
മാർക്കിനെ ബാധിക്കും. അപ്പൊ അത് സെലക്ട് ചെയ്യാതിരിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ ഒരു സെക്ഷനും നെഗറ്റീവായി പോവാതിരിക്കുക. അപ്പോൾ GK കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയാമെങ്കിൽ അത് മാത്രം അറ്റൻഡ് ചെയ്യുക. അല്ലാതെ കുറേ എണ്ണം വെറുതെ അറ്റൻഡ് ചെയ്ത് ഈ കിട്ടിയ മാർക്ക് കൂടി മൈനസ് ആവും. ചിലപ്പോൾ അടുത്ത സെഷന് നമുക്ക് കിട്ടിയ മാർക്കിലേക്കും അത് ബാധിക്കും. അതില്ലാതെ ശ്രദ്ധിക്കുക. അറിയാവുന്ന അതിനനുസരിച്ച് ഗസ് അടിക്കുകയാണെങ്കിൽ പോലും ലിമിറ്റഡ് നമ്പറിൽ അത്രയും ഉറപ്പുള്ളത് മാത്രം ഗസ് അടിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പം പുതുതായി ഇപ്പം ബാങ്ക് കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പല ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം അവർക്ക് കൊടുക്കാൻ പറ്റിയ ടിപ്സ് എന്തൊക്കെയാണ്? ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന നമ്മൾ തന്നെ തീരുമാനിക്കുക. നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ ആരും നമ്മളെ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ വിശ്വസിക്കാൻ നമുക്ക് കിട്ടുന്നു. പിന്നെ ഇത് എന്തിനെ ക്രാക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ആവശ്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നമ്മളെ ഫാമിലിക്ക്, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ക്രാക്ക് ചെയ്യുന്നത്. നമ്മളെ ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ഞങ്ങൾ രാവിലെ 8 മണിയാകുമ്പോഴേക്ക് വരണം. എന്നാൽ ലാബില് എല്ലാ കുട്ടികൾക്കും ആക്സസ് ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ വന്നാലേ നമുക്ക് വേണ്ട സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ വരും, വൈകിട്ട് വരെ ഇരുന്ന് പഠിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിൽ പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്ക് വല്ലാതെ ടയർഡായിരിക്കും. അതിങ്ങനെ ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ അതൊക്കെ ചിലപ്പം ചില ആൾക്കാർക്ക് സ്ട്രെസ് ആവും, മടുക്കും. അങ്ങനെ ചിന്തിക്കരുത്. അതൊക്കെ കുറച്ചും കൂടി നമുക്ക് വേണ്ടിയാന്ന് മനസ്സിലാക്കി അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കുമ്പോഴൊക്കെ എൻജോയ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അത്ര മടുപ്പൊന്നും ഉണ്ടാവില്ല. ഞങ്ങളിപ്പം ദിവസവും പഠിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. ഒരു ടീ ബ്രേക്ക് എടുക്കും, ലഞ്ച് ബ്രേക്ക് എടുക്കും. ഈ ബ്രേക്കൊക്കെ ചിലപ്പം കുറച്ച് അധികം സമയത്തേക്ക് എടുക്കും. അതായത് നമ്മൾ കഥ പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ആ രാവിലെ അടിച്ച മോക്ക് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഭയങ്കര തലവേദനയായിട്ടിരിക്കും. ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കും. അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ പഠിക്കാനിരിക്കും. എൻജോയ് ചെയ്ത് അതെ, പക്ഷെ ഫുൾ എൻജോയ്മെന്റ് ആയിട്ട് ഫുൾ പുറത്താവണം എന്നല്ല. ചെറിയ ബ്രേക്കുകൾ എടുക്കുക, അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ റിസൾട്ട് ഡേനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. അന്ന് റിസൾട്ട് വന്നപ്പോൾ എല്ലാരും പറഞ്ഞു ഹാപ്പി ആയല്ലോ, ഇനി സമാധാനത്തോടെ ഉറങ്ങാലോ, ഫ്രീ ആയല്ലോ എന്നാണ് എല്ലാരും പറഞ്ഞത്. പക്ഷെ അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി നമ്മൾ കിടക്കും, പെട്ടെന്ന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആ. എന്നാ അത് നമ്മൾ ഒരു ട്രാൻസിൽ നിൽക്കുന്ന പോലെ, ഒരു ക്ലൗഡ് നയനിലായിരുന്നു അന്ന്. നമ്മള് തിരിഞ്ഞിടക്കും, മറിഞ്ഞിടക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിസൾട്ട് ചെക്ക് ചെയ്യും. നമ്മള് വല്ലാതെ എക്സൈറ്റഡ് ആയിരുന്നു അന്നത്തെ ദിവസം. അത് ഒരു വല്ലാതെ മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു അന്ന് ടോട്ടലി. നമ്മളൊരു മായാ ലോകത്തുള്ള പോലെ കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മള് വല്ലാത്തൊരു മറ്റേ ഏതോ സിനിമയിൽ പറയുന്ന പോലെ സൈമൺസിന്റെ വിക്കറ്റ് എടുത്ത ശ്രീശാന്തിനെ പോലെ ആ ഒരു അനുഭവമാണോ? പിറ്റേന്നാണ് നമുക്ക് ഈ മെസ്സേജ് വരുന്നത്. SBI നമ്മൾ പ്രൊഫഷണലി സെലക്ടഡ് ആണെന്ന് പറഞ്ഞ ഫോണിൽ മെസ്സേജ്. അതുവരെ നമ്മളിങ്ങനെ അയ്യോ കിട്ടി എന്നുള്ള ഒരു ട്രാൻസിലായിരുന്നു. ഈ ഒരു അവസരത്തില് ഐഫയ്ക്ക് ആരൊക്കെയാണ് നന്ദി പറയാനുള്ളത്? ഈ ഒരു ജേർണിയിൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേരൻസ്, ബാക്കി വീട്ടിലുള്ള എല്ലാവരും, പിന്നെ ഈ വരാന്ത റൈസ് കാലിക്കറ്റ് ഫാമിലി, ഇവിടുത്തെ ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, സ്റ്റാഫ്, ലാബ്, എൻ്റെ ബാക്കി ഫ്രണ്ട്സ്, എല്ലാവരോടും, എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ഐഫ. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. ഐഫയെ പോലെ മറ്റൊരു അച്ചീവറുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.